നമ്മുടെ ഈ രാപ്പകൽ സമരം എങ്ങനെ പുരോഗമിക്കുന്നു? തിരുവനന്തപുരത്ത് അതിശക്തമായ മഴ പെയ്യുകയാണല്ലോ ഇപ്പോൾ. മഴയൊന്നും അവർക്ക് പ്രശ്നമല്ല. മഴയൊക്കെ അവഗണിച്ച് ഇന്നലെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ രാപ്പകൽ സമരം നടത്തുന്നത് കണ്ടു. ഇന്നും സ്ഥിതി അങ്ങനെ തന്നെ തുടരുകയാണോ? എസ്.കെ.എൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് നടപടി ആവശ്യപ്പെട്ടാണ് ബി.ജെ.പിയുടെ സെക്രട്ടേറിയറ്റ് വളയിലും രാപ്പകൽ സമരവും തുടരുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ സമരം ആരംഭിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഞാനുള്ളത്. ഈ സമരം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. നിശ്ചയിച്ചു നൽകിയ ജില്ലകളിൽ, സംഘടനാ ജില്ലകളിൽ നിന്നെത്തിയ പ്രവർത്തകർ ഈ സമരത്തിന്റെ ഭാഗമാകുന്നുണ്ട്. നമ്മൾ കാണുന്നത് സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റാണ്. സമരഗേറ്റിന് മുന്നിൽ പ്രവർത്തകർ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. അവർ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച സമരമാണ്. ഇതിൽ പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എസ്.കെ.എൻ. സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റുകളും ബി.ജെ.പി വളയും, ബി.ജെ.പി ഉപരോധിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നതെങ്കിലും സമരഗേറ്റിന് മുന്നിലാണ് ഇന്നലെ മുതൽ സമരം ആരംഭിച്ച് പ്രവർത്തകരുള്ളത്. ഉപരോധിക്കുന്നത് ഈ സമരഗേറ്റിന് മുൻവശമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ ജനറൽ സെക്രട്ടറിമാർ അടക്കമുള്ളവർ സമരത്തിന്റെ ഭാഗമായി. കോരിച്ചൊരിയുന്ന മഴയായിരുന്നു ഇന്നലെ മുതൽ. ആ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. എസ്.കെ. ഈ മഴയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മഴ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അതിൽ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. അതായത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലൊന്നും മഴ മുന്നറിയിപ്പ് ഇല്ല. പക്ഷേ തിരുവനന്തപുരത്ത് അതിശക്തമായ മഴ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തുടരുന്നുണ്ട്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് അതിശക്തമായ മഴയുണ്ട്. ഈ മഴ നിറഞ്ഞാണ് പ്രവർത്തകർ തുടരുന്നത്. ബി.ജെ.പി വാദം 1.5 ലക്ഷത്തോളം പ്രവർത്തകരെ ഇവിടെ എത്തിച്ച് സെക്രട്ടേറിയറ്റ് വളയും. ഈ രാപ്പകൽ സമരത്തിൽ സെക്രട്ടേറിയറ്റ് വളയും എന്നുള്ളതാണ് ബി.ജെ.പിയുടെ അവകാശവാദം. പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥ പ്രവർത്തകരെ ഇവിടെ എത്തിക്കുന്നതിൽ എത്രത്തോളം വിജയം കാണും എന്നുള്ളതിൽ ബി.ജെ.പി നേതാക്കൾക്ക് ആശങ്കയുണ്ട്. 11 മണിക്ക് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ സമരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് ഈ സമരം ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ ഉദ്ഘാടനം ചെയ്തില്ല. പകരം മുൻ സംസ്ഥാന അധ്യക്ഷന്മാരും പ്രധാനപ്പെട്ട നേതാക്കളും ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച് മടങ്ങുകയായിരുന്നു. ഇന്ന് രാവിലെ 11 മണിയിലേക്ക് അതിന്റെ ഉദ്ഘാടനം മാറ്റിയിട്ടുണ്ട്. എന്താണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് കോട്ടയം ജില്ലയിലെ ചില പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ അവർക്ക് നിശ്ചയിക്കപ്പെട്ട സമയമാണ്. ആ പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ തുടരുന്നത്. ഇന്നലെ രാത്രി കോട്ടയം വെസ്റ്റ് ജില്ലയിലെ പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ചില പ്രവർത്തകർ മടങ്ങുന്നത് നമ്മൾ കണ്ടു. എന്താണെങ്കിൽ പ്രവർത്തകർ ഇപ്പോഴും തുടരുന്നു. ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട ഒരു വലിയ സമരമാണിത്. ബി.ജെ.പി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വലിയ സമരം. കാരണം ഈ സമരം ഏറ്റെടുക്കുന്നതിൽ പാർട്ടി പിന്നോട്ട് പോയി, വൈകി എന്നൊരു ആക്ഷേപം ബി.ജെ.പിക്കുള്ളിൽ തന്നെയുണ്ട്. ഈ സമരം ആരോപണം ബി.ജെ.പിക്കുള്ളിൽ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതിനാൽ ശക്തമായ സമരവുമായി ബി.ജെ.പി മുന്നോട്ട് പോവുകയാണ്. ഈ വിഷയത്തിൽ ബി.ജെ.പി സമരം കടുപ്പിക്കുകയാണ്. ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ബി.ജെ.പി നടത്തുന്ന രാപ്പകൽ സമരം തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.